ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് നേരത്തെ വിശേഷങ്ങളായിട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ കറികളൊക്കെ ഉണ്ടായിരുന്നു, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ മീൻകറി ആയിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഉച്ചയ്ക്കിലേക്കുള്ള കറിയും കൂടി നോക്കണം. അപ്പോൾ വേഗം പോയിട്ട് മുരിങ്ങയിലൊക്കെ പൊട്ടിച്ച് കൊണ്ട് വന്നിട്ട് നന്നാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ മുരിങ്ങയിലൊക്കെ എടുത്ത് വെച്ചപ്പോൾ ഞാൻ വേഗം എന്ത് ചെയ്തു, പരിപ്പ് എടുത്ത് വെള്ളത്തിലിട്ടു. അപ്പോൾ ഒരു 10 മിനിറ്റ് അവിടെ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അഴുക്കും പോവുകയും ചെയ്യും, ഒന്ന് കുതിർന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പരിപ്പിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഇളക്കി ഒന്ന് മാറ്റി വെച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മുടെ അടുത്ത പണിയാണ് മുരിങ്ങയില നന്നാക്കുക. എനിക്ക് ഈ മുരിങ്ങയില നന്നാക്കുന്ന പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യം കേട്ടോ. ചില ആൾക്കാരൊക്കെ കണ്ടിട്ട് ഓരോ ഇല കിള്ളി ഇങ്ങനെ ഇടുന്നത്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ നന്നാക്കണത്. എല്ലാം പറ്റാവുന്നിടത്തോളമൊക്കെ നന്നാക്കിയിട്ടിട്ട് പിന്നെ അതിൽ നിന്ന് ഞാൻ വലിയ തണ്ടുകളും അങ്ങനത്തെ ഓരോന്നൊക്കെ എടുത്ത് പറിച്ച് കളയും. ഇപ്പോൾ ഇതേ ഒരു വീതേന ഞാൻ നന്നാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ കൊഴിഞ്ഞ് ഇങ്ങനെ ആക്കിയെടുത്തിട്ട് ഫുള്ള് നന്നാക്കിയെടുക്കുന്ന കേട്ടോ പണി. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നാളേക്ക് ദോശയിലേക്കുള്ള അരി ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വെള്ളത്തിൽ, പച്ചരി. അപ്പോൾ ഞാൻ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇപ്പോൾ ഇത്തിരി നേരം വൈകിട്ട് പച്ചരി ഇടാനായിട്ട്. പച്ചരിയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടിട്ട് അതിൽ 2 മണി ഉലുവിട്ട് വെള്ളം ഒഴിച്ച് വെച്ചു. പിന്നെ ഒന്ന് കഴുകി വെള്ളം ഒഴിച്ചിട്ട് വെച്ചു. പിന്നെ ഇനി അടുത്ത പണി എന്താ, നമ്മുടെ ഗ്യാസിൽ കത്തിച്ച് പരിപ്പ് അടുപ്പത്തിടുക എന്നുള്ള ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ഇതേ പരിപ്പ് അടുപ്പത്തിടാൻ കഴുകിയെടുത്തുകൊണ്ട് പരിപ്പൊക്കെ കുക്കറിലിട്ടു കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ മുരിങ്ങയിലൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിനൊരു വിസിലടിച്ചിട്ട് പിന്നെ അത് അടുപ്പത്തിട്ടിട്ട് പിന്നെ നമുക്ക് കുളിക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. സ്വതവ എങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടമ്മമാരൊക്കെ അങ്ങനെയാണല്ലോ ചെയ്യുക. അപ്പം അങ്ങനെ പരിപ്പൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപ്പൊക്കെ വെന്ത് കേട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഞാൻ ഇല കഴുകിയിട്ട് കേട്ടോ, മുരിങ്ങയില കഴുകിയിട്ടാണ് എടുത്തത്. അങ്ങനെ നമുക്കത് പരിപ്പിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വെന്തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വെക്കണത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിപ്പ് മറ്റേ ഉള്ളിമുളകും കാച്ചുന്നത് കേട്ടോ ഞങ്ങളിവിടെ ചെയ്യാറ്. തൃശ്ശൂർകാർ മിക്കവരും അങ്ങനെ തന്നെയാട്ടോ ചെയ്യാറുണ്ട്. പിന്നെ മുരിങ്ങയിലും പരിപ്പ് വെക്കണ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരച്ച് വെക്കാറുണ്ട്, നാളേരെ അരച്ച് വെക്കാറുണ്ട്. അപ്പോൾ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ, നാളെ അരച്ച് വെക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല. പണ്ടിനാണ് ഇഷ്ടമില്ല, എനിക്ക് സ്വതവേ എനിക്ക് ഇഷ്ടമല്ല അത്. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് വല്ല ചമ്മന്തിയോ എന്തെങ്കിലും ഉണക്കമീൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കൂട്ടി കഴിക്കാൻ സൂപ്പറാട്ടോ ചോറിലേക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അത് പിള്ളേരച്ഛൻ എന്തൊക്കെയോ തിന്നാൻ മേടിച്ചൊന്നുമില്ലായിരുന്നു, ചിക്കൻ റോളും കളിയേണ്ടതൊക്കെ. അപ്പോഴേക്കും ഓരോരുത്തരതെടുത്ത് തിന്നാൻ തുടങ്ങി. അപ്പോൾ ഇത് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് ഉള്ളിമുളകും കാച്ചിയിട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് ഇതേപോലെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. കുറച്ച് വേപ്പില കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി കറി റെഡിയാവും കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഉണ്ടായിരുന്നത് മീൻ വറുത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ ഇത് ചോറിനായിട്ട് പോവാം കേട്ടോ. ചോറൊക്കെ ഇട്ടു. പിന്നെ ഇന്നലെ മാങ്ങിയിട്ട് വെച്ച ചാളക്കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിട്ടു. പിന്നെ 2 മീൻ വറുത്തത് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എനിക്ക്. നമുക്ക് ഇന്നും കുറവാണോ, പിള്ളേഴ്സിനൊക്കെ 2 വെച്ച് കൊടുത്തു. ഞാൻ അവസാനം ഇപ്പോൾ ഒരെണ്ണം എടുത്തു. അങ്ങനെ നമ്മൾ ചോറിനായിരിക്കാം കേട്ടോ. അപ്പോൾ ചോറിനായിരുന്നപ്പോൾ വെറുതെ ഒന്ന് ക്യാമറ കൊണ്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ ക്യാമറ മാറ്റിയിട്ടാണ് നമ്മൾ, പിന്നെ ചോറിനത് പിന്നെ മുഖം കാണേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം കിടന്നുറങ്ങി, മൊബൈലും കണ്ട് അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ എനിക്ക് വന്നിട്ട് ഞാൻ അടുത്തത് എന്താ ചായ പരിപാടി. അപ്പം നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് ഞാൻ റോഡ് സൈഡാണ് കേട്ടോ. അപ്പം ധാരാളം വണ്ടികളൊക്കെ പോകണ വഴിയാണ്. അപ്പോൾ 4 മണി നേരമായി ഇപ്പോൾ വണ്ടികൾ കുറവാണ് കേട്ടോ. പിന്നെ ഒരു 5 മണി 6 മണിയായി പിന്നെ നിറച്ച് വണ്ടികളാണ് കേട്ടോ, ജോലിക്കാർ പോണതും അങ്ങനെ നിറച്ച് വണ്ടികളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇനി ചായ വെക്കമ്മേ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കണ്ടായിരുന്നു ഒരാൾ.
കാരണം ചായക്ക് ഇന്ന് നല്ലോണം തിന്നാനുണ്ട്. സമൂസയുണ്ട്, പിന്നെ ഇതിൻ്റെ ബജ്ജിയുണ്ട്, പരിപ്പടിയുണ്ട് ഒക്കെ മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കട്ടൻ ചായ വെച്ചു. വൈകുന്നേരം ഞങ്ങൾ കട്ടൻ ചായ ഇട്ട് സ്വതവേ കാലത്ത് പാൽ ചായയും വൈകിട്ട് കട്ടൻ ചായയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ തിന്നാനായിട്ട് മേടിച്ച് പോകണമെന്നുണ്ടായിരുന്നത്. അപ്പം ഞാൻ ചായക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നപ്പോൾ പിന്നെ നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ ചായ പരിപാടി തുടങ്ങി. കഴിഞ്ഞ് ചായ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിള്ളേർ മുറ്റത്ത് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പൂച്ച ഞങ്ങളുടെ അടുത്ത പൂച്ചയാണ് കേട്ടോ. ഇതിൻ്റെ എണ്ണ ഉണ്ടായിരുന്നു. ആ എണ്ണ പെൺപൂച്ച ഉണ്ടായിരുന്നു. അതിനെ വണ്ടി ഇടിച്ചു കേട്ടോ. വണ്ടി ഇടിച്ചിട്ട് മരിക്കുകയും ചെയ്ത്. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശം വണ്ടികൾ പോകണത് കാരണം 6 മണി നേരത്താണ് കേട്ടോ അതുണ്ടായത് സംഭവം. അപ്പോൾ ഇവർ ബോൾ തട്ടുമ്പോൾ ഈ പൂച്ച ഇവരൊപ്പം ഓടണേ, ബോൾ അടിക്കാനൊക്കെ അവരുടെ കൂടെ ഓടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇവരുടെ ബോളുകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി മതി കളിച്ചത്, വേഗം കുളിച്ച് കയറാമെന്ന് എനിക്ക് തോന്നുന്നു. ഇവരതൊന്നും പറഞ്ഞ് കേൾക്കണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വേഗം മുറ്റടിക്കാനായിട്ടുള്ള മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോഴെങ്കിലും അവർ പിന്നെ കയറില്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞ് അപ്പോഴും ഞാൻ പറയണ്ടായിരുന്നു വേഗം പോടാ എന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ, വേഗം കയറാനായിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കയറി അകത്തേക്ക് വേഗം കുളിക്കാനായിട്ട് ഓരോരുത്തരായിട്ട് പോയി തുടങ്ങി. ഇപ്പോൾ കണ്ടൊരാൾ ചെയ്യണ പണിയുണ്ട്. അവിടെ ഒരു പഴയ ഫ്രിഡ്ജിൻ്റെ ഫ്രിഡ്ജ് പഴയത് ഇരിക്കില്ലായിരുന്നു. അതിൻ്റെ മൂടി എടുത്ത് പൊക്കലാട്ടോ പണി. പിന്നെ അത് അവിടെ ചാരി വെച്ചിട്ട് അതുമേന്ന് ഇങ്ങനെ പാർക്കിൽ ഒഴുകണ പോലെ ഒഴുകും. അപ്പോൾ അതവിടെ ഇട്ടു. ഇതാണ് ഇവരുടെ പണി. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. ഇപ്പം മൊത്തത്തിൽ ഒന്ന് അടിച്ചു വാരി എടുത്തു കേട്ടോ. ചില ദിവസം നല്ലോണം ചവറുണ്ടാവും കേട്ടോ. ഒരു പ്ലാവിൻ്റെ മരമുള്ള വർത്താനം പിന്നെ നിറച്ച് ചവറായി. ഇപ്പം എന്ത് കാറ്റും വന്നു തുടങ്ങിയിട്ട് കുറേശ്ശെ. അപ്പം ഇന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് വാരുന്നുള്ളൂ. നല്ലോണം ചവറുണ്ടെങ്കിൽ ഒന്നിച്ചിട്ട് കത്തിക്കില്ല പണി. അപ്പം അധികം ചവറുണ്ടായിരുന്നില്ല അടിച്ചായിട്ട്. പിന്നെ അവിടെ കിടക്കുന്ന ഓല എന്ന് പറയും, ഓല ചാക്കിൽ കെട്ടി നനച്ച് വെച്ചേക്കാട്ട് ഒഴിയാനായിട്ട് ഈർക്കിളിക്ക്. അങ്ങനെ ഞാൻ ഉമ്മറ അടിച്ചു വരാൻ വന്നപ്പോഴാണ് വലിയൊരു വണ്ടിയിൽ ചക്ക കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ചക്ക നോക്കി നിന്ന് അവസാനം അവർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ചക്ക കൊടുക്കാണ്ടോ എന്ന് ചോദിച്ചു. നമ്മളോട് ഇഷ്ടംപോലെ ചക്ക നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വാടകയ്ക്ക് ആയതുകൊണ്ട് നമ്മൾ കൊടുക്കണില്ല, ഉടമസ്ഥനെ അറിയാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നാമഞ്ചെല്ലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് മാഗി മേടിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ 2 കുഞ്ഞു പാക്കറ്റ് മാഗി മേടിച്ചു വന്നിട്ട് മാഗി ഉണ്ടാക്കി തയ്യോ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഞാൻ മാഗി ഉണ്ടാക്കുമ്പോൾ സബോളയും തക്കാളി മുട്ടയൊക്കെ അങ്ങനെ പച്ചമുളക് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ഇത്തിരി എളുപ്പ വഴിക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത്തിരി ചൂടുവെള്ളം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിൽ ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ ആ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ മാഗി പൊട്ടിച്ചിട്ട് അതിലിട്ടിട്ടാ. ഇങ്ങനെയുണ്ട് ഞാൻ എളുപ്പ വഴി ചെയ്യാറ്. അപ്പോൾ പിന്നെ മസാലയിലൊക്കെ പിടിച്ച് കിട്ടും. പിന്നെ അവസാനം ഇപ്പോൾ പിന്നെ അതിലൊരു മാഗിയുടെ അതിലൊരു ചെറുതായിട്ടൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഒരു മുട്ട അതിൽ പൊട്ടിച്ച് വെച്ചിട്ട് മൊത്തത്തിൽ ഇങ്ങനെ കുത്തിപ്പൊരിച്ചെടുക്കണ പോലെ ആക്കിയെടുത്തു കിട്ടാം. പിന്നെ അതെങ്ങനെ ചൂടാക്കിയിട്ട് അടി പിടിക്കാണ്ട് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഉലർത്തി ഇങ്ങനെ എടുത്തു കണ്ട ഇതേപോലെ. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞ് കുഴി ഉണ്ടാക്കിയിട്ട് ഒരു മുട്ട ഒഴിക്കും. അപ്പോഴേക്കും മാഗി കടയിൽ പോയ സമയത്ത് ഐസ്ക്രീം മേടിച്ചു വന്നേക്കാണ്. അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം ചീത്ത പറയുമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് ഞാനും കഴിച്ചിട്ട് കുറച്ച് അങ്ങനെ ഇതിപ്പം മാഗിയുടെ പരിപാടി അവസാനിച്ചു. അപ്പോൾ അവസാനത്തെ ഇതാട്ടോ. അധികം മേടിക്കാറില്ല കേട്ടോ മാഗി, കാരണം വയറിന് നല്ലതല്ലെന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട്. അത് തന്നെ വല്ലപ്പോഴേക്ക് മാഗി മേടിക്കാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു മുട്ട വെച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ ഉലർത്തിയിട്ട് കഴിഞ്ഞാൽ നല്ല രസമാട്ടോ. സബോളയും തൊട്ടുണ്ടായിരുന്നില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ ആക്കിയെടുത്താണ്. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അരയ്ക്കാനുണ്ടായി, നമുക്ക് നാളേക്കുള്ളത് അരയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് വേഗം അരയ്ക്കുക തന്നെയായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഈ സമയം വരെയ്ക്ക് നല്ല പണി തന്നെയായിരുന്നു കേട്ടോ. ഈ അരയ്ക്കൽ കഴിഞ്ഞപ്പോഴാണ് സമാധാനമായിട്ടൊന്നും പോയിരുന്നത്. അപ്പോൾ ഞാൻ അരയ്ക്കുമ്പോൾ അതിൽ പച്ചരി ഇട്ടിട്ട് പിന്നെ അതിലൊരു കൈപ്പിടി ചോറും കൂടി ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ചോറും കൂടി ഇട്ടിട്ട് അരച്ച് അപ്പം നല്ലോണം വീർത്ത് കിട്ടും പിറ്റേ ദിവസത്തേക്ക്. സോഡാപ്പൊടി അങ്ങനെ ഒന്നും ചേർക്കാറില്ല കേട്ടോ. ഇതിങ്ങനെ അരച്ച് കൂട്ടി വെക്കലാണ് പണി. ഇപ്പോൾ ഇത് അവസാനം ഉഴുന്നും കൂടി അരച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായി അവിടെ മിക്സാക്കി വെക്കണം കേട്ടോ. അപ്പം നല്ലോണം വീർത്ത് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ പണികളെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയല്ലേ എല്ലാ വീട്ടമ്മമാരുടെ വീട്ടിലുണ്ടാവുക.
അപ്പം ഞാൻ ഒരു ദിവസത്തെ എന്ന് പറഞ്ഞാൽ ചുരുക്കിയിട്ടാണ് ചെയ്തേക്കണത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അങ്ങനെ നമ്മൾ മാവൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സാക്കി വെച്ചാലാട്ടോ പിറ്റേ ദിവസത്തേക്ക് നന്നായി വീർത്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടാട്ടോ ഇട്ടത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞ് അപ്പോൾ ഇതേപോലെ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ സീ യു. അപ്പോൾ ഈ ഒരു കാര്യം മറന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.